ഹോർമുസ് കടലിടുക്കിന് സമീപം വെച്ച് ഇറാൻ വെടിവെച്ചിട്ട വാർത്തോവ് വിമാനത്തിലെ 2 പൈലറ്റുമാരും സുരക്ഷിതരാണ്. തെക്കൻ ഇറാനിൽ തകർന്നു വീണ F-15ലെ ഒരു പൈലറ്റിനെ ഇസ്രായേൽ രക്ഷപ്പെടുത്തി. ഒരാളെ കാണാനില്ല. ഇയാളെ പിടികൂടുകയോ വധിക്കുകയോ ചെയ്യുന്നവർക്ക് ഇറാൻ പാരിതോഷികം പ്രഖ്യാപിച്ചു. യുഎസും തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. 2 യുദ്ധവിമാനങ്ങൾ തകർന്നത് ചർച്ചകളെ ബാധിക്കില്ലെന്നാണ് ട്രംപിന്റെ പ്രതികരണം. അതേസമയം ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് UN-ൽ നടക്കാനിരുന്ന വോട്ടെടുപ്പ് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അജയ് സുധ വിജി ചേരുന്നുണ്ട്. അജയ്, ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തകർത്തു എന്ന് ട്രംപ് പറയുന്നു. അതിന് പിന്നാലെ ട്രംപ് നടത്തിയ വാർത്താ സമ്മേളനത്തിനൊടുവിൽ അതിനും പിന്നാലെ ഇപ്പോൾ ഇതാ ഇറാൻ US-ന്റെ 2 യുദ്ധവിമാനങ്ങൾ തകർത്തിരിക്കുന്നു. ട്രംപ് പറഞ്ഞതൊന്നും ഒരു കഴമ്പില്ല എന്ന് വ്യക്തമാക്കുന്ന ആക്രമണമാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇറാൻ യുദ്ധം കൂടുതൽ കടുപ്പിക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണോ പോകുന്നത്? തീർച്ചയായിട്ടും ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ തന്നെ കടുത്ത രീതിയിലുള്ള പ്രതികരണങ്ങൾ ഇതിനെ സംബന്ധിച്ച് വന്നു തുടങ്ങിയിരുന്നു. പ്രധാനമായിട്ടും ഇസ്രായേൽ അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലുള്ള പല രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഇറാൻ തിരിച്ചടികൾ നടത്തിയിരുന്നു. ഇന്നലെ തന്നെ IRGC അവർ നടത്തിയിട്ടുള്ള ഒരു ഭീഷണി എന്ന് പറയുന്നത് തങ്ങളുടെ രാജ്യത്തുള്ള പാലം തകർത്തതിന് പകരമായി പശ്ചിമേഷ്യയിലുള്ള മുഴുവൻ പാലങ്ങളും തങ്ങൾ തകർക്കും എന്ന ഒരു ഭീഷണി കൂടി IRGCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രധാനമായിട്ടും ഇന്നലെ കുവൈറ്റിലുള്ള ഒരു എണ്ണ റിഫൈനറിക്ക് നേരെ ആക്രമണമുണ്ടായി. അതുപോലെ ആമസോണിന്റെ ഒരു ഡാറ്റാ സെന്ററിന് നേരെ ആക്രമണം നടന്നു. അത്തരത്തിലുള്ള ആക്രമണങ്ങളെല്ലാം ഇന്നലെ തന്നെ നടന്നിരുന്നു. ഇന്ന് ഇപ്പോൾ സെൻട്രൽ ഇസ്രായേലിന് നേരെ ആക്രമണം നടന്നു. അവിടെ നിരവധി കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട്. ഒരാൾക്ക് പരിക്കേറ്റതായിട്ട് റിപ്പോർട്ടുണ്ട്. അതുമാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് തന്നെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം എടുത്തു സൂചിപ്പിച്ചതാണ് ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം പൂർണ്ണമായി തകർത്തു. അവർക്ക് നിലവിൽ മിസൈലുകളില്ല, അതുപോലെ തന്നെ എയർഫോഴ്സ് സംവിധാനങ്ങളില്ല, നാവികസേനയില്ല. ഇതെല്ലാം ട്രംപ് എണ്ണി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതാണ്. മാത്രമല്ല പലതവണ അദ്ദേഹം തന്റെ ട്രൂത്ത് സോഷ്യൽ അക്കൗണ്ട് വഴി പല വീരവാദങ്ങളും നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം പറഞ്ഞത് US-ന്റെ സേന ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സൈനിക ഫോഴ്സാണ്. ഇതിനെ തകർക്കാൻ ഒരിക്കലും സാധിക്കില്ല. ഇറാനുള്ളിൽ ബാക്കിയുള്ള വസ്തുക്കൾ തങ്ങൾ നശിപ്പിച്ചു തുടങ്ങിയിട്ടില്ല. നിലവിൽ ഒരു പാലമാണ് ഞങ്ങൾ തകർത്തത്. ഈ